ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മാഹി പുഴയിൽ കാണാതായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സേലം കള്ളക്കുറിച്ചിയിലെ പാണ്ഡ്യൻ്റെയും മുനിയമ്മയുടെയും മകൾ പവിത്രനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയായിരുന്നു പവിത്രയെ പുഴയിൽ കാണാതായത്. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വീണ്ടും തിരച്ചിൽ തുടരുന്നതിനിടെ മൂന്തൻ പാർക്കിന് സമീപത്തെ ബോട്ട് ജെട്ടിക്കരിയിൽ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് കുട്ടിയെ കാണാതായത്. ന്യൂമാഹി MM ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ഞായറാഴ്ച രാവിലെ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അമ്മ അത് തിരികെ വാങ്ങിയിരുന്നു. ഫോൺ തിരികെ വേണമെന്ന് കുട്ടി വാശി പിടിച്ചിരുന്നു. തുടർന്നാണ് കുട്ടിയെ കാണാതായത്. പുഴയോരത്ത് നിന്ന് ചെരുപ്പുകൾ കിട്ടിയിട്ടുണ്ട്. പുഴയിൽ ഇറങ്ങിയതിന്റെ കാൽപ്പാടുകൾ ചെളിയിൽ പതിഞ്ഞത് കണ്ടതായും നാട്ടുകാർ പറയുന്നു. നാട്ടുകാരും മാഹി അഗ്നിരക്ഷാസേനയുമാണ് ആദ്യം തിരച്ചിൽ നടത്തിയത്. ഉച്ചയോടെ തലശ്ശേരി അഗ്നിരക്ഷാസേനയും അവരുടെ തിരച്ചിൽ സേനയായ സ്കൂബ ഡൈവേഴ്സും ഞായറാഴ്ച വൈകുന്നേരം ഇരുട്ടുന്നതുവരെ തിരച്ചിൽ നടത്തി. കൂലിപ്പണിയെടുക്കുന്ന പാണ്ഡ്യന്റെ കുടുംബം 10 വർഷത്തിലേറെയായി ന്യൂമാഹി കല്ലായി അങ്ങാടിയിൽ വാടക മുറിയിലാണ് താമസം. ന്യൂമാഹി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂമാഹി IP P ജിതേഷ്, SI VK അനീഷ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകി. ശരവണൻ, കോകില എന്നിവർ പവിത്രയുടെ സഹോദരങ്ങളാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.